നമസ്കാരം. കർഷകൻ്റെ വിജയമാണ് ഞങ്ങളുടെ കൈമുതൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തേൻ ഉൽപാദന രംഗത്ത് കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന് കൈവരിക്കാനായ ഒരു വിജയഗാഥയാണ്. കാസർഗോഡ് ജില്ലയിലെ കാറടുക്ക പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നെല്ലിയടുക്കം പ്രദേശത്ത് ശ്രീ വിശ്വനാഥനാണ് തൻ്റെ 1.5 ഏക്കർ പുരയിടത്തിൽ ഈ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് KVKയിൽ ഞാൻ ആദ്യമായിട്ട് തേനീച്ച വളർത്തൽ ക്ലാസ്സിൽ പോകുന്നത്. 2 വർഷം മുമ്പേ നമുക്ക് KVKയിൽ 2 ബോക്സാണ് എനിക്ക് തേൻ വളർത്താൻ കിട്ടിയത്. ആ 2 ബോക്സ് തേനിൽ എനിക്ക് ആദ്യമായിട്ടത് 13 കിലോ തേനാണ് അന്ന് കിട്ടിയത്. 2-ാം വർഷം ഞാൻ കുറേ ക്ലാസ്സൊക്കെ KVK കുറേ ക്ലാസ് വെച്ച് അപ്പോൾ ക്ലാസ്സെല്ലാം പങ്കെടുത്ത് ഞാൻ 2 ബോക്സിനെ 10 ബോക്സായി ഞാൻ ഡിവൈഡ് ചെയ്തു. 10 ബോക്സിൽ ഒരു ഏകദേശം 50 കിലോ തേനാണ് എനിക്ക് ആ വർഷം കിട്ടിയത്. സാധാരണയിൽ കവിഞ്ഞ ഗുണമേന്മയുള്ള നൂതനമായ ഒരു തേനീച്ച പെട്ടിയാണ് കൃഷിവിജ്ഞാന കേന്ദ്രം വിശ്വനാഥന് നൽകിയിരിക്കുന്നത്. ഈ തേനീച്ചപ്പെട്ടികളുടെ മികവിനെക്കുറിച്ച് കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീ ദിനേശ് കുമാർ യാദവ് പറയുന്നത് കേൾക്കാം. നമസ്കാരം. ലാസ്റ്റ് ഇയർ under the SCSP program, modern pine wood bee box introduced for Apis cerana bee. This box was very strong and long lasting and suitable for scientific bee keeping. Box are divided in mainly 4 chambers. First, top cover. Second, honey flow chamber. Third, brooding chamber. Bottom chamber. This is the comb foundation sheet installed in frame. This seeds mainly used for timing saving for honey production. Without comb foundation sheet, comb construction taken 1 or 2 weeks. This technology improve honey production, time saving and healthy colony growth. ഇത് നല്ല ബോക്സാണ്. താഴത്തിൽ 8 ഫ്രെയിമും മേലെ 8 ഫ്രെയിമും. നല്ല പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തേനാവും. നല്ല ഈച്ചകളെല്ലാം നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വേണ്ടിട്ട് ഇത് താഴത്തെ ഇത് അവർക്ക് മുട്ട വെക്കാനുള്ള അടിപ്പായം. ഇതാണ് തേൻ. ഇത് ഫുള്ളായിക്കൊണ്ട് വന്നു, സീലായിക്കൊണ്ട് വന്നു. നോക്കൂ, ഡിവൈഡ് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഏകദേശം 10 ദിവസം ഒന്ന് ലേറ്റാണ്. എന്നാൽ ഒരു ഇതിൽ റാണി ഉണ്ടാവും, ഒന്നിൽ റാണി ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാതെ ബോക്സിൽ നമ്മൾ 10 ദിവസം ആകുമ്പോൾ 9-ാം ദിവസം നമ്മൾ നോക്കണം. 9-ാം ദിവസം നോക്കുമ്പോൾ റാണി സെല്ല് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഈ റാണി സെല്ലിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ 2 റാണി സെല്ല് വെച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റിക്കളയാം, എടുത്തുകളയാം. 2 മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ 10-ാം ദിവസം റാണി പുറത്ത് വരും. റാണി പുറത്ത് 10-ാം ദിവസം അതിൽ 11-ാം ദിവസം റാണിയായി. അപ്പോൾ വീണ്ടും അടക്കെട്ടാൻ തുടങ്ങും. പെട്ടെന്ന് റാണി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അട തുടങ്ങും. അല്ലെങ്കിൽ 10 ദിവസം ലേട്ട് വെറുതെ നിൽക്കും. റാണി ഇല്ലെങ്കിൽ ഒരു പണിയും ചെയ്യില്ല. വീട്ടിൽ റാണി ഇല്ലെങ്കിൽ പണിയൊന്നും നടക്കില്ലെന്ന് സാരം. അതുകൊള്ളാം, മനുഷ്യരെ പോലെ തന്നെ. കൂട് വിഭജിക്കുമ്പോൾ വിശ്വനാഥൻ ഒരു പൊടിക്കൈ പ്രയോഗവും നടത്തുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ഇത് ഗമ്മുകൊണ്ട് ഒട്ടിച്ചു. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തു, ഷീറ്റ് കട്ട് ചെയ്തു. അതിൻ്റെ സെൻറ്ററായിട്ട് അവ ഇങ്ങനെ ഈ ഗമ്മിൽ വെച്ചില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡ് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റ് ഷീറ്റ് കിട്ടുന്നു, അത് തന്നെ ഒട്ടിച്ചു. ആ മൂലക്ക് ഒട്ടിച്ച് അങ്ങനെ വെച്ചു. അത് വെച്ചിട്ട് 2 ദിവസത്തിൽ അത് പെട്ടെന്ന് അട കെട്ടാൻ തുടങ്ങി. അത് നല്ല പ്യൂറായിട്ടുണ്ട്. ഇതും അത് തന്നെ. ഇത് ഏകദേശം എല്ലാം അത് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ പിന്നീടുള്ള ക്ലാസുകൾ വിശ്വനാഥൻ്റെ കൃഷിയിടത്തിൽ വെച്ച് തന്നെയായിരുന്നു. ഡിവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ വെച്ചു, തേനെടുക്കുന്ന ക്ലാസ്സുകൾ വെച്ചു. കൂട് വിഭജിക്കുമ്പോൾ അഥവാ ഡിവൈഡ് ചെയ്യുമ്പോൾ പെട്ടിയിൽ അട ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു അടേന എടുത്ത് 4 കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് മേലത്തെ ഫ്രെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തേൻ നിറച്ചുകൊണ്ട് മേലെ കയറ്റും.
അതായത് അടിഭാഗത്തിലെ ഇത് ഫ്രെയിമിൽ വെക്കുന്നത് മേലെ നിന്ന് വെച്ച് കൊടുക്കുന്നത്, മേലെ നിന്ന്. അപ്പോൾ അത് അടകെട്ടിട്ട് താഴോട്ട് അടകെട്ടിയിട്ട് പോകും, താഴോട്ട് അടകെട്ടിയിട്ട് പോകും, മുട്ട വെച്ച് കുഞ്ഞുങ്ങളെ അങ്ങനെ പൂർത്തിയാക്കിയിരിക്കും. ഈ തേൻ പറയുന്നത് മേലോട്ട് വരും, തേൻ നിറച്ചുകൊണ്ട് വരും, മേലോട്ട് പിന്നെ ഫുള്ളായിട്ട് വരും. അങ്ങനെയാണ് തേൻ എന്ന് പറയുന്നത്. ഉറുമ്പു ശല്യം ഒഴിവാക്കാനായി റബ്ബർ ചിരട്ടകളിൽ വെള്ളം നിറയ്ക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വിശ്വനാഥൻ. ഈ റബ്ബർ ചിരട്ട കൊണ്ട് ഒരു തുളക്കുക, എന്നിട്ട് ഇതുപോലത്തെ ചെയ്ത് എംസിൽ വെച്ചിട്ട് അടയ്ക്കുക. അപ്പോൾ ഒരു മാസം ഒന്നും നോക്കണ്ട, ഒരു മാസത്തേക്ക് വെള്ളം ആറില്ല. തൊടിയിലെ കപ്പച്ചെടികളാണ് തൻ്റെ തേനീച്ച കൃഷിയുടെ ഐശ്വര്യം എന്ന് വിശ്വനാഥൻ ഉറപ്പിച്ചു പറയുന്നു. ഇത് ഒന്ന് നട്ടിട്ട് ഒരു 4 മാസം ആകുമ്പോൾ തന്നെ പൂക്കാൻ തുടങ്ങും. ഈ പൂവാണ് ഏറ്റവും അധികം ഇവിടെ തേന് വളർച്ചയിൽ ഞാൻ കാണുന്നിടത്തേക്ക് അത്ര ഇത് ഒരു 11:30 ആകുമ്പോഴാണ് ഇത് പൂ വിരിഞ്ഞത്. അതിന് മുമ്പൊന്നും ഇത് വിരിയില്ല, ഈ കപ്പ പൂ വിരിയില്ല. 11:30 ആകുമ്പോൾ കപ്പ പൂ വിരിയും. തേനീച്ചയെല്ലാം കപ്പ സ്റ്റേറ്റിലാണ് ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട്. കാണുന്നില്ല, ഇതാ ശബ്ദം കാണുന്നില്ലേ. ഇപ്പോൾ ഓരോ പൂ വിരിയുമ്പോൾ 4-5 തേനീച്ചകളാണ് ഞാൻ മുമ്പേ അറിഞ്ഞിട്ട് ഒന്ന് തേൻ കുടിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ല കപ്പയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ. ഇതിൻ്റെ തൈയും ഞാൻ കൊടുക്കാറുണ്ട്. കപ്പയ്ക്ക് പുറമെ ചെറുപയർ, പച്ചക്കറി, കവുങ്ങ് എന്നിങ്ങനെ ഇതര വിളകളും വിശ്വനാഥൻ്റെ കൃഷിയിടത്തിലുണ്ട്. അവയും തേനീച്ചകളും സന്തോഷപൂർവ്വം സഹവർത്തിത്വം തുടരുന്നു. നമുക്ക് പച്ചക്കറി ചെയ്യുമ്പോൾ 2 പെട്ടി തേൻ അവിടെ തേനീച്ച അവിടെ വെക്കണം. അപ്പോൾ നന്നായി തേനുമാവും, തേൻ കർഷകനാവുക. ഞാൻ എല്ലാ വർഷവും കുറച്ച് ചെറുപയറാക്കും. അപ്പോൾ ഇതിൽ പച്ചക്കറി ചെയ്യും. പച്ചക്കറി നല്ല ഇഷ്ടംപോലെ പടുവളങ്ങ, വെള്ളരി, കക്കീര എല്ലാ കൃഷിയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഉൽപ്പാദനം കൂടും, തേനും കൂടും. ഇതുപോലെ തന്നെ ഇത് മംഗളയാണ്, 3ാമത്തെ വർഷമാണ് ഇത്. പൂക്കൊല വരുന്നുണ്ട്. 50 തൈയാണ് കിഴിക്ക് തന്നത്. തേനീച്ചകളോടൊപ്പം തേനീച്ച കർഷകനും രാപകൽ അധ്വാനിക്കുന്നുണ്ട്. ഇനി മുതൽ തേൻ മധുരം നുണയുമ്പോൾ ഇതുകൂടി ഒന്ന് ഓർക്കുക. വിശ്വനാഥൻ്റെ വിജയഗാഥയുടെ സംഗ്രഹം ഒന്ന് റീക്യാപ്പ് നടത്തിയാലോ? ആദ്യം 2 ബോക്സിൽ എനിക്ക് 13 കിലോ തേൻ കിട്ടിയിരുന്നു. പിറ്റേ കൊല്ലം ഞാൻ 10 ബോക്സിൽ ഏകദേശം 50-52 കിലോ തേനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു 10 കിലോൻ്റെ അത്ര തേനുണ്ട്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ നമുക്ക് നിരന്തരമായിട്ട് തേനെടുത്തുകൊണ്ടിരിക്കാം. നല്ല തേനാണ്. ഇപ്പോൾ ഇവിടെ പച്ചക്കറിയും കപ്പയും ഇതെല്ലാം ആയിട്ട് നല്ല തേനാണ്. തേൻ ശുദ്ധമെങ്കിൽ മാർക്കറ്റിംഗ് ഒരു വിഷയമേ അല്ലെന്നാണ് സ്വന്തം അനുഭവം കൊണ്ട് വിശ്വനാഥൻ ഉറപ്പിച്ചു പറയുന്നത്. അടുത്ത കടയിൽ വിൽക്കുന്നുണ്ട്, തീർന്നപാട് എന്നെ വിളിക്കും. അതുപോലെ നാട്ടും പുറത്ത് ഇങ്ങനെ വന്നിട്ട് തേനുണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. 1 കിലോ, 1/2 കിലോ ഇവിടെ ഞാൻ കൊടുക്കുന്ന 600 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെറിയ തോതിൽ ചെറുതേനീച്ച കൃഷിയും നടത്തിയിട്ടുണ്ട് വിശ്വനാഥൻ. അതായത് ചെറുത്തേന് മുളയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇത്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഇതിങ്ങനെ പറഞ്ഞിട്ട് തൂക്കലും നമുക്ക് നടന്നു പോയിരിക്കുന്നു തേനാണ്. ഇനിയിപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇത് 1 എടുത്തിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിന് കുറേ ബോക്സുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ മുള നിന്ന് കുറവായതുകൊണ്ട് മുള ഉപയോഗിക്കുന്നത് കുറവാണ്. ഇപ്പോൾ എല്ലാം ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഇത് കേവിക്കാന്ന് എനിക്ക് 4 ബോക്സ് ഉപയോഗിച്ചത് നല്ല ഇതാണ്. ഞാനിപ്പോൾ മുട്ടുവേദന കൊണ്ട് ഞാൻ മുമ്പേ കല്ല് എടുക്കുന്ന പണിയായിരുന്നു. കല്ല് എടുക്കുമ്പോൾ അത് മുട്ടുവേദന കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അത് കഴിഞ്ഞില്ലായിരുന്നു. 2 വർഷമായിട്ട് ഞാനിപ്പോൾ തേൻ കൃഷിയും ഇവിടെ എൻ്റെ പറമ്പിലുള്ള നെൽകൃഷി
കൂടാതെ കപ്പ കൃഷി എല്ലാ കൃഷി ചെയ്ത് ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ നന്നായി തേൻ കർഷകന ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്നെ തേൻ കർഷകനാക്കിയതിൽ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്ര ചൗക്കിയിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എന്നെപ്പോലെ തന്നെ നന്നായി കൃഷി ചെയ്യണം. കൃഷിയിടത്തിൽ 2 പെട്ടി തേൻ പെട്ടി വെക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വിശ്വനാഥന് എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രമങ്ങൾക്ക് കാവലായി ഞങ്ങൾ എന്നും ഒപ്പമുണ്ടാവും. ഇത് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വാക്കാണ്. വീണ്ടും മറ്റൊരു കൃഷിയിടത്തിൽ വച്ച് കാണാം. നന്ദി, നമസ്കാരം.